നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് ഗ്യാസ് ഓവനിൽ എങ്ങനെയാണ് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഞാനിപ്പോൾ കഴുകി നല്ല വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മസാല തിരുമ്മി വെക്കണം. ഇത് നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ആദ്യം ഇത് വരഞ്ഞു കൊടുക്കണം, എന്നിട്ട് വേണം മസാല തിരുമാൻ വേണ്ടി. അപ്പോൾ നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതെല്ലാ സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കണം, കാലും, അല്ലെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കത്തില്ല. ചുമ്മാ ഒന്നൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഒരു കുറച്ച് മസാല ഇട്ടിട്ട് അതിനകത്തേക്കൊന്ന് തിരുമ്മി വെക്കണം. കുറച്ച് മസാല, കുറച്ച് ഉപ്പും, ഒരിച്ചിരി നാരങ്ങ നീരും, കുറച്ചൊരു മസാല ഇട്ടു. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തൂത്ത് കൊടുക്കാം. മുളക് പൊടി, ഉപ്പും പിന്നെ നാരങ്ങ നീരും കൂടി ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. മസാലയല്ല കേട്ടോ, മുളക് പൊടി ഇതുമായിരുന്നേ, ഞാനത് പറഞ്ഞത് മാറിപ്പോയി. മുളക് പൊടി, ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ഇട്ടൊന്ന് ജസ്റ്റ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, എന്നിട്ട് തിരുമ്മി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി മസാല റെഡിയാക്കുക. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഉണ്ടാക്കാനുള്ളത് ഇതൊരു ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തതാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് തൈരുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി. ഇത് രണ്ടും കൂടെ എരിവുള്ളതും എരിവില്ലാത്തതും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി ഉപ്പ് തിരുമ്മിയതുകൊണ്ട് കുറച്ച് മതി ഉപ്പ്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 2 നുള്ള്. പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒറിഗാനോയാണ്. ഇതൊരു കുറച്ച് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് 2-3 നുള്ളൊന്നിട്ട് ഒന്ന് കയ്യിലിട്ടൊന്ന് തിരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു 1/2 നാരങ്ങയുണ്ട്, നമുക്കിതിലേക്കൊന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 പച്ചമുളകും കൂടി ഞാൻ അതിലേക്ക് അരച്ചിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തപ്പോൾ 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയാണ്. അത് ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ വെച്ചും പച്ചമുളക് കുറച്ചെടുത്ത് 2 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കിത് ഈ ചിക്കനിലേക്ക് തിരുമ്മി പിടിപ്പിക്കാം. അധികം ഒത്തിരി മസാല ഇതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് കൊടുക്കണ്ട. അങ്ങനെയാകുമ്പോൾ മസാലയൊക്കെ ഒരു പച്ച ചുവയായിട്ട് ഇരിക്കും. നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച്, ഇപ്പം നാളത്തേക്കല്ലേ, അപ്പോൾ നാളെ വൈകുന്നേരത്തേക്കാണ്. എത്ര നേരം ഫ്രിഡ്ജിൽ വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ രാവിലെ രാത്രിക്കത്തേക്കൊക്കെ ആണെങ്കിൽ രാവിലെ ആക്കി വെച്ചാലും മതി കേട്ടോ. എന്നാലും ഒരു 3-4 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം എന്തായാലും. തലേ ദിവസമൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ തൈരും ഇതൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഗ്രിൽഡ് ചിക്കനുള്ള മസാലയെല്ലാം തേച്ച് ഞാൻ ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ചേർക്കണം കേട്ടോ. ഇച്ചിരി എരിവുള്ളതാണ് നല്ലത്. ഞാൻ 2-3 മസാല ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ മസാലയാണ് ഞങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ടേക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇച്ചിരി എരിവുണ്ടെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. വെക്കാണ് ഞാനിപ്പം ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ തിരുമ്മി നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കവർ ചെയ്യണമെന്നൊന്നുമില്ല, ഒന്ന് മൂടി വെച്ചാലും മതി. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഗ്രില്ല് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം. അധികമുള്ള മസാല ഇങ്ങ് തോണ്ടി എടുക്കുവാണേ, അല്ലെങ്കിൽ അതൊരു മസാലയുടെ ഭയങ്കര ചുവയായിരിക്കും. ഓൾറെഡി മസാലയെല്ലാം നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓവറായിട്ടുള്ള കുറച്ച് മസാലയുണ്ട്, അതിപ്പോൾ നമുക്കത് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ അതിനകത്ത് ഓവറായിട്ടുണ്ടായിരുന്ന മസാല എല്ലാം കൂടെ ഇങ്ങോട്ട് എടുത്തേ. ഇനി നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം, ഈ 2 കാലും കൂടെ
നമുക്കിങ്ങനെ നൂലിട്ടിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ അത് മറ്റേ റോട്ടിസറിയിൽ വെക്കുമ്പോഴത്തേക്കും തൂങ്ങി താഴോട്ട് പോരും. അപ്പോൾ നമുക്കിത് കെട്ടിക്കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഇത് വെക്കാം. കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചിറകും വിൻസും കൂടെ ഞാനിവിടെ കെട്ടി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ക്ലാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ക്ലാമ്പിനകത്തേക്ക് കയറ്റി കൊടുക്കാം. അപ്പം കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം അടുത്ത ക്ലാമ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കതുപോലെ തന്നെ ഇവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് കയറ്റിയിട്ട് ഇനി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ റോട്ടിസറിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ ഓൾറെഡി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓവനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു പാനിനകത്തോട്ട് ഒന്നെങ്കിൽ വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഓയിലൊക്കെ ചാടുമ്പം ഒന്നെങ്കിൽ വെള്ളത്തിനകത്തേക്ക് ചാടിക്കോളും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓയിലും അതിൻ്റെ ഉണ്ട വാട്ടറെല്ലാം കൂടെ ഈ പേപ്പറിലേക്ക് ചാടിക്കോളും. അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെടുത്ത് ട്രേ എടുത്ത് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പം ഞാനിപ്പം ഒരു ഫോയിൽ പേപ്പറാണ് ഇട്ടേക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ ഇവിടെ ഒരു ഹോൾഡറുണ്ട്, അതിനകത്തേക്ക് നന്നായിട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഇതൊരു ഹോൾഡറാണ് നമുക്ക് പിടിക്കാൻ വേണ്ടി. ചൂടാണെങ്കിൽ നമുക്കിതുകൊണ്ട് പിടിച്ചിതെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്കിത് ചിക്കൻ ഞാനിപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഗ്രില്ല് ഓൺ ചെയ്ത് ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 1.5 hours എടുക്കും കേട്ടോ. അതായത് ഒരു 1.5 മണിക്കൂർ എടുക്കും ഇത് ആയി വരണമെങ്കിൽ. ഇത് ഓവൻ സെൽഫ് ക്ലീനിങ് ആണ്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഗ്രില്ല് ഓൺ ചെയ്തിട്ട് ടൈമർ സെറ്റ് ചെയ്തു ഗ്രില്ല് ഓൺ ആക്കി കൊടുക്കാം. നമ്മുടെ ഗ്രില്ല് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റോട്ടിസറി കറങ്ങാൻ വേണ്ടിയിട്ട് ആ ഓപ്ഷനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോട്ടിസറി കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, ഗ്രില്ല് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. 1.5 മണിക്കൂർ വേണം. ഇനി നമുക്ക് 1.5 മണിക്കൂർ കഴിയുമ്പോൾ നോക്കിയാൽ മതി. ഇത് ക്ലോസ്ഡ് ഡോറാണ് ഇതിൻ്റെ ഓവൻ്റെ, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റേ ഓപ്പൺ ഡോർ ആണെങ്കിൽ നമ്മളിത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റ് പുറത്തോട്ടുണ്ടാകും. ഇതിന് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇവിടെ എല്ലാം ഭയങ്കര ചൂടായിരിക്കും, നമ്മളിവിടെ ഇച്ചിരി തുറന്ന് വെക്കണം. അപ്പോൾ ഇതാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കൊരു 1.5 മണിക്കൂർ ഇടയ്ക്കൊന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ടുണ്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇടയ്ക്കൊന്ന് ഇച്ചിരി ഓയിൽ തൂത്ത് കൊടുക്കണം ഇതിൻ്റെ മേലെ, ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട്. നമുക്ക് കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കാം. നല്ല ചൂടാണ്. നമുക്ക് ഏകദേശം ആകാറായിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് ഞാൻ തൂത്ത് കൊടുക്കുന്നത്. കൈയൊന്നും കൊള്ളാത്ത വിധത്തിൽ നമ്മളൊന്ന് തൂത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമുക്കിതൊരു 1 മണിക്കൂറും 20 മിനിറ്റ് ആകുമ്പോൾ ഒരു 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചൂടിനിരുന്ന് അവിടെ ഇരുന്ന് ആയിക്കോളും കേട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തത് നമുക്കിങ്ങ് എടുക്കാം. ഇതുപോലെ ഒരു ഹോൾഡറുണ്ട്, അതിട്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. നല്ല ചൂടാണ് കേട്ടോ. ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക്. ഇനി നമുക്കിതിങ്ങോട്ടേക്ക് എടുക്കാം. ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ നല്ല ചൂടാണ്. അപ്പോൾ ഈ ഫോയിൽ പേപ്പറിലോട്ട് ഓയിലും അതിൻ്റെ ആ മസാല എല്ലാം കൂടെ വന്ന് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഇട്ടത് കേട്ടോ. ചിക്കൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രില്ല് ചെയ്തത്. നല്ല ചൂടാണ്. കുറച്ച് തണുത്തിട്ട് നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗ്രിൽഡ് ചിക്കൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ തൂത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഡ്രൈ ആകാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അപ്പം ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറാണ് വെച്ചത്. ഓരോ ചിക്കനും അതിൻ്റെ വെയിറ്റിനനുസരിച്ചാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇത് ഞാനിപ്പോൾ 1 മണിക്കൂറാണ് വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിതൊന്ന് ഒരു സെർവിങ് പാത്രത്തിലേക്ക് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഞാനിങ്ങനെ ഒരു സെർവിങ് ഇതിലേക്ക് എടുത്തിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് മസാല ഇഷ്ടപ്പെടാണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിതൊന്ന് ഇത് നല്ല മസാലയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉള്ളൊക്കെ. അപ്പോൾ നല്ല എരിവുണ്ട്, എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എന്തായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഗ്രിൽഡ് ചിക്കൻ എന്തായിട്ട് നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണം, തയ്യാറാക്കി നോക്കണം. ഇത് കുബൂസിൻ്റെ കൂട്ടത്തിലോ പൊറോട്ടയുടെ കൂട്ടത്തിലൊക്കെ നല്ലതാണ്. അപ്പോൾ എന്തായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.